സ്തോത്രം. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നദ്ധിയിൽ സന്നദ്ധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. I thank the Lord for this day and may His name be glorified. I thank everyone who's come into this worship in the name of our Lord Jesus Christ. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ ദേവദാസൻ, തൻ്റെ കുടുംബം, അതോടൊപ്പം തന്നെ ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് പ്രിയ സുനിലച്ചായൻ്റെ കുടുംബം, അവരോടൊപ്പവും ഇന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, വിശേഷിച്ച് ഈ സഭയിലുള്ളതായ എല്ലാ ദൈവമക്കളോടും ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനായി നന്ദിയോടെ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. I thank and bless the Lord for the privilege He has given me to worship the Lord, especially with the pastor and his family and my beloved brother Sunil and his family. And നമ്മുടെ ദൈവസഭയും and this church. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, hallelujah, ഹല്ലേലൂയ, hallelujah. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണല്ലോ. We have come to the last moments of our fasting prayer. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീറ്റിങ്ങിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവർ ഷെയർ ചെയ്യുവാനിടയായി തന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിലായിരുന്നു. അതിൻ്റെ റിസൾട്ട് ഇന്നത്തെ ആരാധനയിൽ വളരെ വ്യക്തമായി കാണുവാനും ഇടയായി തീർന്നു. I believe as the testimony is given by everyone who participated in the last fasting prayer, it was a blessed fasting prayer, and I believe we could see the results in today's worship session. ഇന്നത്തെ സങ്കീർത്തനം 30-ാമത്തെ സങ്കീർത്തനമാണ്. അതിൻ്റെ ഒരു വാക്യം മാത്രം വായിച്ച് ദൈവസന്നദ്ധിയിൽ വേഗത്തിലിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Today we have read from Psalm 30. I wish to read one verse from that psalm and to quickly sit down in the presence of the Lord. 30-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യം ദൈവസന്നദ്ധിയിൽ ദയവായി വേഗത്തിൽ വായിച്ചാണ്. You have turned for me my mourning into dancing. You have put off my sackcloth and clothed me with gladness. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ അവിടുത്തെ വചനവുമായി അപ്പൻ്റെ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളോട് സംസാരിക്കണമേ. വചനം അവിടുത്തേതാണ്, അടിയങ്ങൾ അവിടുത്തേതാണ്. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ അവിടുത്തെ വചനത്തിലൂടെ ഞാൻ കൈമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ നാവ് ബലഹീനമാണ്. ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരോടും ദൈവം സംസാരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ വായിച്ച തിരുവചന ഭാഗം, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. We have just read the verse, you have turned for me my mourning into dancing, you have put off my sackcloth and clothed me with gladness. നമ്മൾ വായിച്ച ഈ തിരുവചന ഭാഗം ദാവീദ് എഴുതിയതായ ഒരു സംഗീതത്തിൻ്റെ ഭാഗമാണ്. This psalm has been authored by King David. അതോടൊപ്പം തന്നെ പ്രധാനമായും നമ്മൾ ഭവന പ്രതിഷ്ഠ ഒക്കെ നടത്തുന്ന അതായത് പ്രാർത്ഥിച്ച് നമ്മുടെ ഭവനങ്ങളൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ വായിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗം കൂടെയാണ് സങ്കീർത്തനം 30. Psalm 30 is traditionally read at the dedication of a new home. ഇത് ഞാൻ മുമ്പ് ഓർപ്പിച്ചല്ലോ, ദാവീദാണ് എഴുതിയത് എന്ന്. I mentioned earlier that King David wrote the psalm. ദാവീദ് എഴുതുവാനായിട്ട് ഒരു കാരണമുണ്ട്. But there is a particular reason that behind authoring this psalm. താൻ ഏകദേശം മരണത്തോട് എന്ത് അസുഖമാണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ തൻ മരണത്തോട് അടുത്തൊരു രോഗം മൂർച്ഛിച്ച് മരണത്തോട് അടുത്തൊരു സാഹചര്യം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. This was written at a circumstance when he was ill and in pretty bad condition and probably fearing death. താൻ മടങ്ങി വരത്തില്ല എന്നൊരു ഭയവും ഭീരുത്വവും ഒക്കെ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ കരം ആ വിഷയത്തിന്മേൽ ഇറങ്ങുകയും ദൈവത്തിൻ്റെ രോഗസൗഖ്യം താൻ പ്രാപിക്കുകയും ചെയ്ത സമയത്ത് ആ രോഗത്തിൻ്റെ വിടുതൽ താൻ ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് എഴുതിയ തിരുവചന ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ച സംഗീതത്തിൻ്റെ ഭാഗം. This psalm was written when King David thought that he was past the point of no return, but when he asked the Lord and prayed to him, the Lord brought him back from the brink, and this psalm was written as a thanksgiving for that miracle. അതുകൊണ്ടാണ് രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്താ പറയുന്നത്? രണ്ടാമത്തെ വാക്യത്തിൽ, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് എന്ത് ചെയ്തു? നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. And that is why we read in verse 2, O Lord my God, I cried out to you and you healed me. അതുകൊണ്ട് ദാവീദ് പറയുകയാണ് മൂന്നാമത്തെ വാക്യത്തിൽ, യഹോവേ, നീ എൻ്റെ പ്രാണനെ എന്ത് ചെയ്തു? പാതാളത്തിൽ നിന്ന് കരേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ
നൽകിയിരിക്കുന്നു. And that is why David continues in verse 3, O Lord, you brought my soul up from the grave. You've kept me alive that I should not go down into the pit. അതുകൊണ്ട് തന്നെ ദാവീദ് പറയുകയാണ്, യഹോവേ നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ 7-ാമത്തെ വാക്യം, യഹോവേ നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ എന്ത് ചെയ്തു? മറച്ചു. ഞാൻ എന്ത് ചെയ്തു? ഭ്രമിച്ചു പോയി. യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു. യഹോവയോട് ഞാൻ യാചിച്ചു. ഞാൻ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അതിന് പ്രസ്താവിക്കുമോ? അതിനുശേഷം 10-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യഹോവേ കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ എൻ്റെ രക്ഷകനായിരിക്കണമേ. 11-ാമത്തെ വാക്യം നമ്മൾ വായിച്ച കുറിവാക്യം പറയുകയാണ്, നീ എൻ്റെ വിലാപത്തെ എനിക്ക് എന്ത് ചെയ്തു? നൃത്തമാക്കി തീർത്തു. എൻ്റെ രട്ട അഴിച്ച് എന്നെ സന്തോഷമുടിപ്പിച്ചിരിക്കുന്നു. സ്വതന്ത്രം. Hallelujah. David continues on from verse 4 onwards, verse 7 onwards, saying, Lord, by your favor you made my mountain stand strong. You hid your face and I was troubled. I cried out to you, O Lord, and to the Lord I made my supplication. What profit is there in my blood when I go down to the pit? Will the dust praise you? Will it declare your truth? And in verse 10 he continues, Hear, O Lord, have mercy on me. Lord, be my helper. And then we come to our key verse for today. You've turned for me my mourning into dancing. You've put off my sackcloth and clothed me with gladness, to the end that my glory may sing praise to you and not be silent. നമ്മൾ വായിച്ച സങ്കീർത്തന ഭാഗത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറിവാക്യം മറക്കരുത്. 11-ാമത്തെ വാക്യമാണ്. അതിൻ്റെ 1-ാമത്തെ ഭാഗത്തും പറയുകയാണ്, നീ എൻ്റെ വിലാപത്തെ എനിക്ക് എന്ത് ചെയ്തു? നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. അതായത് തൻ്റെ ജീവിതത്തിൽ വന്ന കഠിന ശോധനയെ ഒരിക്കലും രക്ഷപ്പെടത്തില്ല, അല്ലെങ്കിൽ താൻ നഷ്ടപ്പെട്ടു പോകും ഒക്കെ എന്ന് വിചാരിച്ച മേഖലകളിൽ ആ മേഖലയെ ദൈവം എന്താക്കി മാറ്റി? നൃത്തമാക്കി ദൈവം മാറ്റുവാനിടയായി തീർന്നു. In the first part of the key verse that we've read, verse 11, we read, You have turned for me my mourning into dancing. So just as King David worried that he was past the point of return in the terrible tribulation that he was going through, the Lord turned his mourning into dancing. ലൂക്കോസ് നിങ്ങൾ എടുക്കേണ്ട സമയമില്ല. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം അതിന്റെ 11 മുതലുള്ളതായ വേദഭാഗം നിങ്ങൾ ദൈവസന്നിധിയിൽ വായിക്കുന്ന സമയത്ത് ഇവിടെ കാണുന്നുണ്ട്, ഒരു വിധവ, ഒരമ്മ, ഒരു നൈൻ പട്ടണത്തിലുള്ളതായ ഒരു അമ്മ അല്ലേ? നിങ്ങൾ ആ സ്റ്റോറി നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. നൈൻ പട്ടണത്തിലുള്ളതായ ഒരു അമ്മയ്ക്ക് ഒരൊറ്റ മകൻ മാത്രമേ ഉള്ളൂ. ആ മകൻ ഈ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്തു? മാറ്റപ്പെട്ടു പോയി. അതിന് ആ ശവസംസ്കാര ശുശ്രൂഷ അല്ലെങ്കിൽ ആ ശവസംസ്കാര യാത്രയിൽ കർത്താവ് അവിടെ കടന്നു വരികയും ആ മഞ്ചത്തെ തൊടുകയും ആ സഹോദരനെ എന്ത് ചെയ്യുന്നു? എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു കാര്യം നമുക്ക് ആ പുസ്തകത്തിൽ, പ്രത്യേകിച്ച് ആ വാക്യത്തിൽ കാണുവാൻ കഴിയും. In Luke chapter 7 verse 11 onwards, we can see a beautiful story of Jesus healing the only child of a widow in the city of Nain, just as he was about to be buried, and as they were going towards as they were going as a funeral procession. സകല പ്രതീക്ഷയും നഷ്ടപ്പെടുന്നിടത്ത് ദൈവത്തിൽ ഉള്ള അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയുകയാണ്, സകല പ്രതീക്ഷയും കൈവിടുമ്പോഴും നമുക്ക് ദൈവമൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്, ദൈവം എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമെന്നുള്ളത്. If you are a child of God, even when all hope is extinguished, a child of God will continue to cling onwards with the hope that the Lord will always work for him. സകല വഴിയുമാണ് ദൈവമക്കളെ, ഇന്ന് ഈ ശുശ്രൂഷയെ കേൾക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ ഭാഗം പറയാൻ വേണ്ടി ചിന്തിച്ച കാര്യമല്ല, എങ്കിൽ പോലും ഞാൻ വേഗത്തിൽ പറയട്ടെ. സകല വഴിയും അടയുമ്പോഴും ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുമെന്ന് ദൈവമക്കളായ നമ്മൾ വിശ്വസിക്കണം. You must be able to hold on to the faith that even as every path before you closes down, the Lord is capable of opening up a path especially for you. ദൈവത്തിന്റെ കരം ശക്തമാണ് എന്ന് ഈ വിശുദ്ധ സഭായോഗത്തിൽ നാം തിരിച്ചറിയണം. We must realize that the hand of God is strong. Praise the Lord. മനുഷ്യന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. Even as human hands become incapable in a given situation, the hand of the Lord is capable. മനുഷ്യരൊക്കെ അശക്തരായി മാറുന്ന സാഹചര്യത്തിൽ ദൈവമക്കളായ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ശക്തമായി ചലിക്കുവാൻ തക്കവണ്ണം ഇടയാകും. Even as man stands powerless before you, God's hand becomes powerful for you. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. ദൈവം ധനാഢ്യന് വേണ്ടി മാത്രമല്ല പ്രവർത്തിക്കുന്നത്,
ഈ ഭൂമിയിലുള്ള സകല ചരാചരത്തിനും വേണ്ടിയും ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. God does not work for rich people alone. He works for all creatures on this earth, living and non-living. അവൾ വിധവയല്ലേ, അല്ലെങ്കിൽ സഹോദരിയല്ലേ, ഒറ്റയല്ലേ, അങ്ങനെ ഒരു ചിന്താഗതി അവിടെ ഇല്ല. ദൈവത്തിന് ആ സഹോദരിയോട് മനസ്സലിഞ്ഞു, ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു. മരിച്ചുപോയ അല്ലെങ്കിൽ ആ ശവസംസ്കാര ശുശ്രൂഷയെ ആനന്ദമുള്ള ശുശ്രൂഷയാക്കി ദൈവം തീർത്തു. Jesus did not think, oh, she is a widow and she does not matter, but rather he went ahead and created a miracle and turned that funeral into an occasion of celebration. ഇനി ശുശ്രൂഷയിൽ നമ്മുടെയൊക്കെ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നദ്ധിയിലാണ് നാം ആയിരിക്കുന്നതെന്ന് നാം കൃത്യമായി തിരിച്ചറിയണം. We must realize with certainty that we are in the presence of a Lord who turns our mourning into dancing. ഒന്ന് ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഹന്നയുടെ ജീവിതം നമുക്കറിയാവുന്ന കാര്യമാണ്. In the book of 1 Samuel, we see the biography of Hannah. ഹന്നയുടെ ജീവിതത്തിൽ എന്താ? അവിടെ ജീവിതത്തില് സമ്പത്ത് ഒക്കെ അനവധി കണ്ടേക്കാം, പക്ഷെ തനിക്ക് വേണ്ടതൊന്നും തന്റെ ജീവിതത്തില് ഇല്ലാതെ ആ ഭവനത്തിൽ നിന്നയായി താൻ നിന്നൊരു സാഹചര്യമുണ്ട്. At one point she was ridiculed in her own home, even though she might have enjoyed many riches. ജീവിതത്തിൽ പലതും നമുക്കുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് പലപ്പോഴും എന്തെന്നറിയാമോ, നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ ഒരു പക്ഷേ ഉണ്ടായിരുന്നേക്കാം. You might enjoy many comforts of living, but at the same time you might be lacking a certain something in your life. Praise the Lord. നിന്റെ ഇല്ലായ്മയെ തീർക്കുവാൻ, നിന്റെ കുറവിനെ മാറ്റുവാൻ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. And you must have a sure and certain faith that the Lord is capable of plugging any gaps or any lack in your life. ഞാൻ തീർച്ചയായും വിശ്വസിക്കാം, സഹോദരിക്ക് മനോഹരമായ ഭവനമുണ്ട്, അല്ലെങ്കിൽ എന്താ സ്നേഹിക്കുന്ന ഒരു ഭർത്താവുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ആ ഭവനത്തിന്റെ അകത്ത് ആ സഹോദരി അനുഭവിക്കുന്ന നിന്ദയും ആ ഭവനത്തിന്റെ അകത്ത് അവൾ അനുഭവിക്കുന്ന പ്രയാസവും വളരെ വ്യക്തമാണ് ആ വേദഭാഗത്തിലൂടെ. Hannah might have had a beautiful home, she might have had a loving husband, but in that home she was not able to enjoy anything because she was in terrible pain, and that is clear from reading that passage. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ പലതുമുണ്ടെങ്കിലും ഹല്ലേലൂയ, പലരുടെയും മുമ്പിൽ നിന്ന വിഷയമാക്കുന്ന വിഷയങ്ങളെ എന്റെ ദൈവത്തിന് പരിഹരിക്കുവാൻ സാധിക്കുമെന്ന് ഈ ശുശ്രൂഷയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. To all the children of God listening to me, even though you might be having many comforts, but if you are lacking a certain something in your life, the Lord is capable of making up that lack for you. Hallelujah. Hallelujah. സത്യം പറഞ്ഞാൽ ആ പ്രിയപ്പെട്ടവരുടെ വേദന സ്വന്തം ഭർത്താവിന് പോലും വേണ്ടതുപോലെ തിരിച്ചറിയാൻ സാധിച്ചു എന്ന് നമുക്ക് അറിയത്തില്ല. In truth, we are not even able to understand whether even her own husband was able to understand the pain that she was going through. സഹോദരി, നിന്റെ വേദനയെ നിന്റെ പ്രിയപ്പെട്ടവർക്ക് പോലും മനസ്സിലായെന്ന് വരത്തില്ല. My brother, my sister, you might be going through pain that even your own siblings may not understand completely. Praise the Lord. Praise the Lord. Hallelujah. ഞാൻ പറഞ്ഞ സത്യമാണെങ്കിൽ നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞേ ഹല്ലേലൂയ. If you think what I said, വേദനകളെ പലപ്പോഴും ലോകവും കുടുംബക്കാരും ദേശക്കാരും കൂടെ താമസിക്കുന്നവർ പോലും മനസ്സിലായില്ലെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നീ കടന്നു വന്നിട്ട് ഒഴുക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, അതിന്റെ മേൽ ദൈവത്തിന്റെ മറുപടി ദിവസങ്ങളിൽ വെളിപ്പെടുവാനൊക്കെ വേണ്ട ഇടയായി തീരും. even if your friends, your family and the world around you might not understand the pain that you're going through, they will see the work of the Lord in your life that comes as a deliverance. മറുപടിയുണ്ട് ദൈവമക്കളെ, മറുപടിയുണ്ട് അതിന്റെ കണ്ണുനീരിന്. There is an answer to your prayers and to your tears. Hallelujah. Hallelujah. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. There is an answer to your കണ്ണുനീര് വെറുതെയാകത്തില്ല, മറുപടിയുണ്ട്. There is an answer to your tears. It will not be in vain. Hallelujah. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശക്തനായ ഒരു ദൈവപുരുഷൻ അല്ലെങ്കിൽ ദൈവവേദനെ ദൈവയുടെ ഉദരത്തിലേക്ക് ദൈവം കൊടുക്കുവാനൊക്കെ വേണം ഇടയായി തീർന്നു. And then she was blessed with a child of God who would turn out to be a great man of God. Hallelujah. ഞാൻ അവിടെ ഇന്ന് രാവിലെ ആ ഭാഗം ഞാൻ ചിന്തിച്ച സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുക, സഭയിൽ പോയി പ്രാർത്ഥിക്കുകയാണ് പ്രിയ സഹോദരി. ആ പ്രാർത്ഥിക്കുമ്പോൾ പുരോഹിതൻ വന്ന് ചോദിക്കുന്ന കാര്യമുണ്ട്, നീ ലഹരിയിലാണോ അല്ലെങ്കിൽ മദ്യം കഴിച്ചിട്ടാണോ ഒക്കെ നീ ഇങ്ങനെ കരയും. അതുപോലെ ഒരു പക്ഷേ ഭ്രാന്തിയായി ദൈവസന്നിധിയിൽ എന്ത് ചെയ്ത് കാണും, അവൾ കരഞ്ഞു കാണും അല്ലേ. നമുക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ആ സ്റ്റാൻഡേർഡ് വിട്ട് ഇന്ന് പലരും ദൈവത്തെ ഇവിടെ ആരാധിക്കുന്ന കണ്ടു അല്ലേ. എനിക്ക് സന്തോഷം തോന്നി ദൈവത്തെ ആരാധിക്കുന്ന കണ്ടപ്പോൾ. എങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ തോന്നിയോ നിങ്ങൾ അങ്ങനെ ദൈവത്തെ ആരാധിച്ചോണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർക്ക് സൈലൻ്റ് ആയിട്ട് ആരാധിക്കുന്ന സന്തോഷം,
എനിക്കും അങ്ങനെയാണ്. എന്നാൽ ചില സമയത്ത് ഞാൻ എന്നെ തന്നെ മറന്നേ ആരാധിക്കും, അതും എനിക്ക് സന്തോഷമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ദൈവസന്നിധിയിൽ നിനക്ക് എങ്ങനെ ആരാധിക്കാൻ കഴിയുന്നുവോ അങ്ങനെ നിങ്ങൾ ആരാധിച്ചോണം. എങ്ങനെ കരയുവാൻ സാധിക്കുന്നുവോ അങ്ങനെ നിങ്ങൾ കരഞ്ഞോണം. ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്ന മനുഷ്യൻ എൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന സാം എന്ന് വിചാരിക്കും, ഇപ്പുറത്ത് നിൽക്കുന്ന ഭാഷകൾ ഒന്നും നീ വിചാരിക്കേണ്ട. ദൈവവും ബന്ധം നീയും ദൈവവും തമ്മിലാ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എന്നെ പ്രസാദിപ്പിക്കാനോ ഇവിടെ ഇരിക്കുന്ന സാമിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയോ അല്ല നിങ്ങളിവിടെ കടന്നു വന്നത്. നിങ്ങളിവിടെ കടന്നു വന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാ. Hallelujah. Praise the Lord. When you are here in the presence of the Lord and when you are worshiping the Lord, please do not look to your left or to your right and see what others are thinking about you, but rather when you are worshiping the Lord, the relationship is vertical between you and the Lord, and you should worship Him however you see fit. സാഹചര്യങ്ങളെ നോക്കാതെ സഹോദരി കരഞ്ഞപ്പോൾ അവിടെ ഉദരത്തിൽ ദൈവം ചലിപ്പിക്കുവാൻ തക്കവണ്ണം ജീവന്റെ തുടിപ്പുണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. And when Hannah praised the Lord and worshipped the Lord in every which way that she saw fit, then the Lord blessed her with the fruit of the womb that was completely blessed. ഹല്ലേലൂയ. ജീവന്റെ തുടിപ്പ് കുടുംബത്തിന്റെ അകത്തുണ്ടാകണമെങ്കിൽ, തലമുറയ്ക്കകത്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ ശക്തമായ ആരാധന വെളിപ്പെടണം. If you want to see the signs of life in your family, then you should praise and worship the Lord in your family. ഹല്ലേലൂയ. മാതാപിതാക്കളായ നമ്മൾ ആരാധിക്കണം, ചെറുപ്പക്കാരായ നിങ്ങൾ ആരാധിക്കണം, യൗവനക്കാർ ആരാധിക്കണം, കുഞ്ഞുങ്ങൾ ആരാധിക്കണം, പ്രായമായ മാതാപിതാക്കൾ ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. ആരാധിക്കുമ്പോൾ ശക്തമായ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാനൊക്കെ വേണം ഇടയായി തീരും. You who are parents must worship the Lord. The children, the youth, the grandparents, we must all worship the Lord, and then you will see the work of the Lord in your family. അധികം വിശദീകരിക്കാൻ സമയമില്ല. അടുത്ത ഭാഗം പറയുകയാണ്, എന്താണ്? എൻ്റെ വിലാപത്തെ നീ എനിക്ക് എന്ത് ചെയ്തു? നൃത്തമാക്കി തീർത്തു. രണ്ട്, എൻ്റെ രട്ട് നീ എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുകയാണ് സങ്കടത്തിനൊരു ഡ്രസ്സുണ്ട്, അതിന് പറഞ്ഞ പേരാണ് രട്ട്, അല്ലേ? ഇംഗ്ലീഷിൽ പറയുന്നത് എന്താ? Sackcloth. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിന്റെ സങ്കടത്തിന്റെ ഉടുപ്പിനെ എന്താക്കി കർത്താവ് എന്ത് ചെയ്യുക? ഊരി മാറ്റി ആനന്ദത്തിന്റെ ഒരു ഡ്രസ്സിന് എന്ത് ചെയ്യുക? നിന്നെ ധരിപ്പിക്കുകയാ. In part 2 of that verse we read, you put off my sackcloth and clothe me with gladness. The term sackcloth is often associated with times of sorrow and difficulty. But when the Lord comes into your life and works in your life, then He will take away the dress of sorrow and put on you a dress of happiness. ഞാൻ എവിടെ പോയാലും പറയാറൊരു കാര്യമുണ്ട്. നമ്മുടെ ഒരു ഭിക്ഷക്കാരൻ ബർത്തിമായുടെ കാര്യം എന്നോട് പോലും പറയാറുണ്ട്. Oftentimes I preach about Bartimaeus, a beggar. അദ്ദേഹം ഒരു ഭിക്ഷക്കാരനാണ്. He is a mere beggar. അദ്ദേഹം കണ്ണു കാണാത്ത മനുഷ്യനാണ്. He is also blind. സമൂഹമൊക്കെ ആരാധിക്കാൻ തീരുമാനിച്ചപ്പോൾ, പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചപ്പോൾ സമൂഹമൊക്കെ പറഞ്ഞ് മിണ്ടാതിരിക്കുന്നവനെ ഒതുക്കിയവനാണ്. When he decided to worship the Lord, the community around him silenced him. ദൈവമക്കളെ, ആൾക്കാരൊക്കെ നമ്മളെ ഒതുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. നിന്റെ ശബ്ദം അടങ്ങുകയല്ല ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? നിന്റെ ശബ്ദം ഉയർത്തണം. നീ ആരാധനയിൽ കുറയരുത്. ശത്രു നിന്നെ ഒതുക്കുവാനായിട്ട് പദ്ധതി ഇടുമ്പോൾ ഓർക്കുക, നിന്നെ ഒതുക്കുന്നത് നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയാ. നിന്റെ സ്തോത്രത്തിന്റെ ശക്തി കുറയുമ്പോൾ, പ്രാർത്ഥന കുറയുമ്പോൾ, ആരാധന കുറയുമ്പോൾ അതിന്റെ അർത്ഥം നിന്നെ നന്നാക്കാൻ വേണ്ടിയല്ല. ഇത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് കൂടുകയാണ്. നല്ല പകരം നിന്നെ നശിപ്പിക്കാനുള്ള പദ്ധതിയാണ് എന്നുള്ളതാ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ എന്ത് ചെയ്യട്ടെ? ഇന്നലെ നീ പ്രാർത്ഥിച്ചതുപോലെയല്ല, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന വർദ്ധിക്കട്ടെ, ആരാധന വർദ്ധിക്കട്ടെ, വചനധ്യാനം വർദ്ധിക്കട്ടെ, വിശുദ്ധ ജീവിതം വർദ്ധിക്കട്ടെ. നിന്റെ ഈ ദിവസങ്ങളിൽ വർദ്ധിക്കുമ്പോൾ ദൈവത്തിന് നിന്റെ കണ്ണുനീരിന് മുമ്പിൽ നിൽക്കാതിരിക്കുവാൻ, നിലവിളിയുടെ മുമ്പിൽ നിൽക്കാതിരിക്കുവാൻ കഴിയുകയില്ല. Oftentimes when we see the devil trying to silence your worship, understand that it is a devil trying to destroy you. When anyone is trying to silence your worship, then pray to God and ask for strength to rise above it, and then you will see the work of God. അനേകരുടെ നിൽപ്പുണ്ട്, ആവശ്യക്കാർ പലതാണ്, പക്ഷേ അവരുടെ ആരുടെ മുമ്പിൽ കർത്താവ് നിന്നില്ല. Many people were standing there with many needs, but Jesus did not regard any of them. പ്രൈസ് ദി ലോർഡ്. അല്ലേ? അവിടെ പൈസയൊക്കെ സാമ്പത്തിക വിഷയമുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്, ഭാരമുള്ളവരുണ്ട്, പല വിഷയങ്ങളുള്ളവരുണ്ട്. പക്ഷേ അവരുടെ ആരുടെയും മുമ്പിൽ കർത്താവ് എന്ത് ചെയ്തില്ല? നിന്നില്ല. പകരം നിലവിളിച്ചവന്റെ മുമ്പിൽ ആര് നിന്നു? കർത്താവ് നിന്നു. ഈ ദിവസങ്ങളിൽ നിന്റെ ശബ്ദമുയർത്തി ദൈവത്തെ നീ ആരാധിക്കുമ്പോൾ ഓർക്കുക, നിന്റെ മുമ്പിൽ ദൈവസാന്നിധ്യം നിൽക്കുവാന്നൊക്കെ വേണം ഇടയായി തീരും. അത് നമ്മുടെ ഡ്രസ്സ് കണ്ടുകൊണ്ടോ, ശമ്പളം കണ്ടുകൊണ്ടോ, പദവി കണ്ടുകൊണ്ടോ ഒന്നുമല്ല.
പകരം നിന്റെ നിലവിളി അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ളത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ആത്മാർത്ഥതയോടുകൂടെയുള്ള നിന്റെ നിലവിളിയും പ്രാർത്ഥനയും കണ്ണുനീരും ഈ ദിവസങ്ങൾ ദൈവസ്ഥലിൽ എഴുന്നേൽക്കട്ടെ, ഉണ്ടാകട്ടെ. അവിടെ ദൈവപ്രവൃത്തി ഇറങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീരും. There were many people standing before Jesus with many problems, financial troubles, family difficulties, and in need of healing. But Jesus did not regard any of them, but rather he regarded Bartimaeus who cried out to him. So when you are standing before Jesus, cry out to him, and then the Lord will work in your life. യേശു നിന്നാൽ നിന്റെ കാഴ്ചക്കുറവിനെ എൻ്റെ കർത്താവ് മാറ്റും. If you stand before Jesus, he will take away your blindness. യെസ്, യേശു എനിക്ക് വേണ്ടി നിന്നാൽ എൻ്റെ പൊസിഷൻ തന്നെ മാറും. When Jesus stands for you, he will increase your status. യെസ്, ഇന്നലെ വരെ കുരുടനാ, ഇന്നലെ വരെ ഭിക്ഷക്കാരനായത് ലോകം ചാപ്പകുത്തിയെങ്കിൽ യേശു അവന് വേണ്ടി നിന്നപ്പോൾ ആ അവസ്ഥകളെ എല്ലാ കർത്താവ് തൂത്തെറിഞ്ഞു. ആമേൻ. When society branded him a mere beggar and a mere blind beggar, when Jesus stood for him, that was completely changed. സമൂഹം നിന്റെ മേൽ ചുമത്തിയിട്ടുള്ള സകല പേരും എന്റെ കർത്താവ് ശുശ്രൂഷയിൽ എടുത്തു മാറ്റുകയാ. Today the Lord is taking away every negative name that the society has given on you. യെസ്, ഹല്ലേലൂയ. സമൂഹം നിന്നെ തളർത്തുവാൻ നോക്കും, കൂടെ നിൽക്കുന്നവരൊക്കെ തളർത്തുവാൻ നോക്കും, പക്ഷേ എന്റെ ദൈവം നിന്നെ പണിയുവാൻ ആഗ്രഹിക്കുകയാ. Your community might try to put you down, the society might put you down, people around you might try to put you down, but Lord will always try to lift you up. ഹല്ലേലൂയ. ആ സഹോദരന്റെ രട്ട് എന്റെ കർത്താവ് എന്ത് ചെയ്തു? അന്നഴിച്ചു. ആമേൻ. And the Lord took away Bartimaeus' sackcloth that very day. അറിയാവുന്ന രാജാവുണ്ട്, ഹിസ്കിയ രാജാവിന് രോഗം വന്നൊരു സാഹചര്യം. ഹിസ്കിയ രാജാവിന് എന്ത് വന്നു? രോഗം വന്നു. We read from the Bible that King Hezekiah had a deadly disease. യെശയ്യാ പ്രവാചകൻ പോയി പറഞ്ഞു, എന്നാ പറഞ്ഞേ, നിന്റെ ഗ്രഹകാര്യം നീ എന്ത് ചെയ്തോണം? ക്രമത്തിലായി. ഇന്നത്തെ സത്യം പറഞ്ഞ ഒരു പ്രവാചകനെ നമ്മളങ്ങനെ കാണാറില്ല, അല്ലേ? ഉണ്ടോ? അതവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ അദ്ദേഹം വന്നു, കാര്യങ്ങൾ പറഞ്ഞു, നിന്റെ കാര്യം ക്രമത്തിലായിക്കൊള്ളൂ, അല്ലെങ്കിൽ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. Prophet Isaiah came to King Hezekiah and said, put your house in order because you are about to die. അദ്ദേഹം എന്തെന്നറിയാമോ? ദൈവസന്നിധി ശക്തമായി കരഞ്ഞു, ശക്തമായി പ്രാർത്ഥിച്ചു, ഏറ്റു പറഞ്ഞു. But King Hezekiah came to the Lord and prayed powerfully before the Lord and declared all his iniquities before the Lord. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പ്രത്യേകിച്ച് 38-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. This is given in Isaiah chapter 38. You can read it in your own homes. അവിടെ അദ്ദേഹത്തിന്റെ ഒറ്റ പ്രാർത്ഥനയിൽ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ആ രോഗത്തെ മാറ്റി, അവന്റെ മരണത്തെ മാറ്റി, അവന്റെ രട്ടഴിച്ച് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ആ കുടുംബത്തെ, ആ രാജ്യത്തെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. But in that one prayer of Hezekiah, the Lord honored that prayer and took away his deadly disease and rescued both himself and the country. Praise the Lord. നീ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. When you become blessed, your family becomes blessed. നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടും. And when the church becomes blessed, each one of us becomes blessed. ശക്തമായ ദൈവ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. Let the powerful presence of the Lord be declared in each of our homes. നമ്മളെല്ലാവരും ഓരോരുത്തരും വ്യത്യസ്തമായ ഭാരത്തിലും പ്രയാസത്തിലുമുള്ളവരാണ്. Each one of us who are sitting here have one kind of difficulty or the other. അല്പം ആശ്വാസത്തിനും വിടുതലിനും വേണ്ടിയാണ് നമ്മളെല്ലാം സഭയിലേക്ക് കടന്നു വരുന്നത്. And we are all here for some relief from the Lord when we come to the church. ഇവിടെ വന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. Let's worship the Lord here. ഇവിടെ വന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Let's praise the Lord here. ദൈവിക വിടുതൽ നമുക്ക് പ്രാപിച്ചെടുക്കാം. Let's obtain godly deliverance. നമുക്കറിയാമല്ലോ, ഈ നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ള കാര്യമാണ് തീ കത്തിക്കുവാൻ, നല്ല ചൂടിന് വേണ്ടി തീ കത്തിക്കുവാൻ ഒക്കെ വേണം ഇടയായി തീരും. Oftentimes when we are cold, we try to make a fire. ഉണക്കവറകളിൽ ഇടുന്തോളും ആളി കത്തുവാനൊക്കെ വേണം ഇടയായി തീരും, അല്ലേ? As we throw dry logs into the fire becomes more intense. ഇവിടിരിക്കുന്ന ഓരോരുത്തരും ഓരോ വിറക് കൊള്ളികളാണ് എങ്കിൽ ശക്തമായ ആരാധനയിൽ ഓരോരുത്തരും ചേരുന്നോളും ശക്തമായ ആത്മാവിന്റെ കത്തൽ ഇവിടെ ഉണ്ടാകുവാനൊക്കെ വേണം ഇടയായി തീരും. If we picture ourselves as each of those logs that are being put into the fire, and then we will see the fire of the Spirit come down on us. അവസാന ഭാഗം പറയുകയാണ്, എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. And then we see in the last part, you've clothed me with gladness. ജോസഫ് ദീർഘവർഷമാണ് ജയിലിൽ കിടന്നത്. Joseph was in prison for many years. പല സാഹചര്യങ്ങളും രക്ഷപ്പെടാനുണ്ടായിരുന്നു, പക്ഷേ ആ സാഹചര്യങ്ങളെല്ലാം അവനെ കൈവിട്ടു.
There were many opportunities for him to escape, but all of those opportunities did not come to fruition. എന്നാൽ ദൈവത്തിന് സമയമായപ്പോൾ ദൈവം ചില വഴികൾ തുറന്നു. But when the time of the Lord came, the Lord opened a door for him. അവന്റെ ജീവിതത്തിൽ കാരാഗ്രഹത്തിന്റെ അവസ്ഥ മാറുവാനൊക്കെ വേണം ഇടയായി തീർന്നു. And he was lifted out of prison. ദൈവമക്കളെ, കാരാഗ്രഹത്തിന്റെ ഒതുങ്ങിക്കിടക്കുന്ന കാരാഗ്രഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജയിലിൽ പോകുമെന്നല്ല, ഒതുങ്ങിക്കിടക്കുന്നതിന്റെ അവസ്ഥകൾ മാറണമെങ്കിൽ ആര് നോക്കിയാലും നടക്കത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. If you are going through difficulties that are similar to a prison condition, then only the Lord can take you out of that. ജോസഫിനെ ദൈവം സന്തോഷം ഉടുപ്പിക്കുവാനൊക്കെ വേണം ഇടയായി തീർന്നു. And Joseph was taken out of it. ഇന്നലത്തെ വാഗ്ദത്തങ്ങളിൽ നിറവേറുവാനൊക്കെ വേണം ഇടയായി തീർന്നു. And all the promises that God had given him in times past came to fruition. ഇന്നലെ വരെ ഉള്ളതായ എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറിയിട്ടില്ലെങ്കിലും നാളെ ഒരു ദിവസം കൂടെ നിനക്കുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ആ വാഗ്ദത്തങ്ങൾ വെറുതെയാകത്തില്ല, അത് നിറവേറുവാനൊക്കെ വേണം ഇടയായി തീരും. Today, if you are waiting for the fruition of the promises that the Lord has given you in times past, if you have just one more day left, then the Lord is capable of fulfilling all those promises. ഒന്നുകൂടെ ഞാൻ പറയാം, നാളെ ഒരു ദിവസം കൂടിയേ നിനക്കുള്ളൂ എങ്കിലും Even if you have just one day left in your life, ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്നു വരെ അനേക വാഗ്ദത്തങ്ങൾ നിനക്ക് നിറവേറുവാൻ വേണ്ടി പാസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും, even if you have many promises pending from your past, നാളെ ഒരു ദിവസം കൂടെ നിന്റെ മുമ്പിലുള്ളത് കൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് അത് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാളെ തന്നെ വെളിപ്പെടുവാനൊക്കെ വേണം ഇടയായി തീരും. I believe that in that one day, if the Lord has truly given you those promises will come to fruition. ഹല്ലേലൂയ. Hallelujah. ഭവനം വിട്ട് ഓടിപ്പോയ സഹോദരനാണ് നമ്മൾ പലപ്പോഴും പറയാറ് മുടിയമ്പുത്രൻ. ഭവനം വിട്ട് ഓടിപ്പോയി, അപ്പനെ വിട്ട് ഓടിപ്പോയി, സഹോദരനെ വിട്ട് ഓടിപ്പോയി. The prodigal son rejected his father and his brothers and left home. ഹല്ലേലൂയ. ജീവിതത്തിൽ നിരാശയല്ലാതെ മറ്റ് യാതൊരു സാഹചര്യങ്ങളുമില്ല. And he had nothing but sorrow in his life. സത്യം പറഞ്ഞാൽ ആഹാരം കഴിക്കുവാൻ പോലും നിവൃത്തിയില്ല. He did not have enough money to even eat a square meal. അപ്പനിൽ നിന്ന് അകലെയാണ്, He's away from his father. കുടുംബത്തിൽ നിന്ന് അകലെയാണ്, He's away from his family. പ്രിയപ്പെട്ടവരിൽ നിന്ന് അകലെയാണ്, He's away from all dear ones. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയില്ല. There is no hope left. ഓ ഹല്ലേലൂയ. ആ പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിൽ ദൈവം സന്തോഷം ഉടുപ്പിക്കുവാനൊക്കെ വേണം ഇടയായി തീർന്നു. But the Lord still clothed him with gladness and happiness. എങ്ങനെയാ? ഒരു മടങ്ങി വരവിലൂടെ. How? Through a return. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, All the dear ones listening to me, ഇന്ന് പകൽക്കാലം നമുക്ക് മടങ്ങി വരാനുള്ളതായ ഒരു പകൽക്കാലമാണ്. today it is a day of a return. അപ്പന്റെ ഭവനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Let us return to our father's house. ഓ അപ്പന്റെ ഭവനത്തിലേക്ക് നമുക്ക് മടങ്ങി വന്നാട്ടെ. Let us return to our father's house. അപ്പൻ നിനക്ക് വേണ്ടി ചില നന്മകളെ ഒരുക്കി വെച്ചിരിക്കുകയാ. Your father has prepared some good things for you. അപ്പൻ നിനക്ക് വേണ്ടി ചിലതിനെ ഭവനത്തിന്റെ അകത്ത് ഒരുക്കി വെച്ചിരിക്കുകയാ. Your father has prepared good things for you within your home. ഹല്ലേലൂയ. മടങ്ങി വരുവാൻ താല്പര്യമുള്ളവർ കണ്ണുകളെ അടയ്ക്കാം. If you desire a true return, let's bow our heads in prayer. ഒരു മിനിറ്റ് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ് എന്ന്. Lord, I want to return to you. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വായിച്ച് അനുഗ്രഹിക്കപ്പെട്ട സംഗീതത്തിലെ ഭാഗത്തിനായി സ്തോത്രം. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ രട്ടഴിച്ച് ഞങ്ങളെ സന്തോഷം ഉടുപ്പിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ വെട്ടുകളൊക്കെ ഈ ദിവസങ്ങൾ അഴിയട്ടെ. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സന്തോഷം ഉടുപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവസ്ഥാനത്ത് സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവദാസനെയും സഭയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭ അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.